Hello, good afternoon. Good afternoon, ma'am. Good afternoon. സുഖാണോ എല്ലാവർക്കും? സുഖാണോ? കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് ഒന്ന് രണ്ട് ദിവസം കൂടിയൊക്കെ സുഖം വരെ അന്വേഷിക്കാൻ പറ്റുള്ളൂ. അതാ ചോദിച്ചത്. ഓക്കെ, പഠിക്കണില്ലേ? തീരാറായി നമ്മുടെ കോഴ്സ്. അതിന്റെ ലാസ്റ്റ് സമയങ്ങളിലേക്ക് എത്തുന്നു. അക്ഷരയും അനു മുസ്തഫയും മാത്രമുള്ളോ? തീർന്നപ്പോ ബാക്കി രണ്ടുപേരായി മാറിയോ? ഇതിലേക്ക് ഇത്രയും കാര്യമുള്ള നിങ്ങളുള്ളവര് പറയും ഇന്നലെ ഇത്രയും പേരുണ്ടായുള്ള. അത് ശരി. പിന്നെ നമ്മൾ ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം? നമുക്കൊരു കുറച്ച് ഭാഗം കൂടി അങ്ങോട്ട് എടുക്കാനുണ്ടായിരുന്നു അല്ലെ? നമ്മള് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കോമ്പൻസേഷൻ ഇതാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ കോമ്പൻസേഷനെ അഫക്ട് ചെയ്യുന്ന ചില, അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ്. ആ ഫാക്ടേഴ്സ് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇന്റേണൽ ഫാക്ടേഴ്സും. അതിൽ എക്സ്റ്റേണൽ നമ്മൾ പറഞ്ഞു, കുറച്ചൊക്കെ പറഞ്ഞു വന്നു. ഈ ബാക്കി ഒന്ന് രണ്ട് പോയിന്റും കൂടി നമ്മുടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിലും ഉണ്ട്. പിന്നെ 2-3 പോയിന്റ് ഇന്റേണൽ ഫാക്ടേഴ്സിലും ഉണ്ട്. ഓക്കെ, ഇതുകൂടി എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നമ്മളെടുത്ത ചാപ്റ്റേഴ്സിന്റെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ആൻസർ പറയണം. ഇനിയും കുറച്ചുണ്ടെങ്കിൽ തന്നെ. ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് കേട്ടോ. 2 ക്ലാസ്സുകളാണ് ഇന്നും നെക്സ്റ്റ് ട്യൂസ്ഡേ. അടുത്ത ഫ്രൈഡേയുടെ ക്ലാസ് നമുക്ക് കിട്ടില്ല. അതിന് മുമ്പ് നമ്മുടെ തേഴ്സ്ഡേയിലെ ക്ലാസ് എന്ത് ചെയ്യാം, എൻഡ് ചെയ്യും അല്ലേ? അറിയാലോ ഇതൊക്കെ നിങ്ങൾക്ക് അല്ലേ? തേഴ്സ്ഡേ വരെ. ഓക്കെ, തേഴ്സ്ഡേ വരെ നമുക്ക് ക്ലാസ് ഉള്ളൂ. ബിറ്റ്വീനില് നമുക്ക് ഇവിടെ ഇരുന്ന് പഠിക്കുന്നതൊക്കെ ഇവിടെ ഇരുന്ന് തന്നെ പഠിച്ചു പോകാം. ബാക്കിയുള്ള സമയമൊക്കെ നിങ്ങള് ക്ലാസ്സില് സമയം നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു ടൈമില്, സ്റ്റഡി ടൈമില്, സ്റ്റഡി ലീവില് ഒക്കെ അതൊക്കെ നല്ല മാക്സിമം യൂസ് ചെയ്ത് പഠിക്കാൻ നോക്കാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എവിടെ വരെ എടുത്തു? എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന്റെ ഏത് പോയിന്റ് വരെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? 5th point, ലേബർ ലോസ്. ലേബർ ലോസ് വരെ പറഞ്ഞു. അടുത്തത് ഇനി സൊസൈറ്റിയും ഉണ്ട്, ഒരു ഇക്കോണമി ഉണ്ട്. 2 പോയിന്റ് അവിടെയും. ഇന്റേണൽ ഫാക്ടേഴ്സിൽ 2-3 പോയിന്റ് അതുകൂടി ഉള്ളു നമുക്ക് പഠിക്കാനൊക്കെ. നമ്മളുടെ എന്ത്, അതായത് what compensation have to be paid to the worker for their service depends upon some factors. ഏത് ഒരു ഓർഗനൈസേഷന്റെ ആണെങ്കിലും അവിടുത്തെ എംപ്ലോയീസിന് കൊടുക്കുന്ന കോമ്പൻസേഷൻ, whatever regard or remuneration, അതെന്തൊക്കെയാണ് അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം, അവർക്ക് നൽകുന്ന സേവനത്തിന് കൊടുക്കുന്ന പ്രതിഫലം പല ഘടകങ്ങളെയും ആസ്പദമാക്കിയാണ്. തീർച്ചയായിട്ടും അത്തരം ഘടകങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് ഈ പറയുന്ന നൽകപ്പെടുന്ന കോമ്പൻസേഷൻസ്. അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് സൊസൈറ്റിയാണ്. സൊസൈറ്റി എന്ന് വെച്ചാൽ ഒരു എന്താ പറയാ, കോമ്പൻസേഷൻ വിച്ച് ഇസ് പെയ്ഡ് ടു ദ എംപ്ലോയി. ഇറ്റ് ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് ഫിക്സ്ഡ് ബൈ ആൻ ഓർഗനൈസേഷൻ ഫ്രം ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് അവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും അവര് ആ ഓർഗനൈസേഷനിൽ എന്തൊക്കെ തരത്തിലുള്ള സാധനങ്ങളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് സർവീസ്, സേവനങ്ങളാണെങ്കിൽ ആ സേവനങ്ങള്, അതിനൊക്കെ വേണ്ടിയിട്ട് ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കും വേണ്ടിയിട്ട് നൽകുന്ന പേയ്മെന്റ്, ആ പേയ്മെന്റ് ആണ് കോമ്പൻസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ? അത് എന്ന് പറയുന്നത് അവർ നൽകുന്ന ഉൽപ്പന്നത്തിനും അവർ നൽകുന്ന സേവനത്തിനും വേണ്ടി കൊടുക്കുന്ന ഒരു പ്രൈസ്, ഒരു വില, ആ വിലയാണ് കോമ്പൻസേഷൻ എന്ന് വിളിക്കുക അല്ലെ? അതാണ്. അതായത് ഏത് ഓർഗനൈസേഷനിലായിക്കോട്ടെ
അവര് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്ത് സേവനം നൽകുന്നത്. ഇപ്പൊ ഇവിടെ ഇതൊരു എന്താ പറയാ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ ആണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് സർവീസ് ആണ്. നമ്മളൊന്നും വേറെ ഒന്നും ഉത്പാദിപ്പിച്ച ഒരു പ്രോഡക്റ്റിന്റെ രൂപത്തിൽ കൊടുക്കുന്നില്ല. ഇവിടെ ഒരു സേവനമാണ് നൽകപ്പെടുന്നത് അല്ലെ. ആ സേവനത്തിന് നമുക്ക് തരുന്ന ഒരു വില, അതാണ് എന്ന് വിളിക്കുക കോമ്പൻസേഷൻ. മനസ്സിലല്ലേ? ഓക്കെ, അതാണ് എന്താ പറയാ അവർക്ക് അവരുടെ ആ ഇതിന്റെ വിലയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു ഓർഗനൈസേഷന്റെ ആയിക്കോട്ടെ, അവരുടെ പ്രൈസ്, അവർ എംപ്ലോയീസ് നൽകുന്ന ഈ സർവീസിന് അവർക്ക് കൊടുക്കുന്ന വില എന്ന് പറയുന്നത് ഒരു എന്താ പറയാ പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിലുള്ള എന്താ പറയാ വേജസ് നിയമങ്ങള്, സാലറീസിന്റെ നിയമങ്ങള്, അതൊക്കെയുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ അവിടെ നിലനിൽക്കുന്ന ചില നിയമങ്ങൾ ഉണ്ട് അല്ലെ, അവർക്ക് കൊടുക്കുന്ന കൂലിയെ സംബന്ധിക്കുന്ന നിയമങ്ങള് അല്ലെ, അതുപോലെ തന്നെ സമൂഹത്തില് ആ ഒരു പർട്ടിക്കുലർ സൊസൈറ്റിയിലുള്ള ചില കാര്യങ്ങൾ, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും. അതായത് സൊസൈറ്റി ബേസ് ചെയ്തിട്ട്, സമൂഹം ബേസ് ചെയ്തിട്ട് ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള വേജസ് സംബന്ധമായ, സാലറി സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു കോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്നത്, കോംപ്രമൈസ് ചെയ്യുന്നത് കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പൊ സൊസൈറ്റിയിൽ ഉള്ള, അതായത് സൊസൈറ്റി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്നതിൽ. അവർ ഏത് സമൂഹത്തിൽ ജീവിക്കുന്നു, ഏതൊരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ ജീവിക്കുന്നു എന്നുള്ളതും ബേസ് ചെയ്തിട്ട് തന്നെയാണ് കോമ്പൻസേഷൻ ഫിക്സേഷൻസ് നടക്കുന്നത്. മനസ്സിലായോ? അതൊരു മറ്റൊരു ഘടകമാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. അപ്പൊ ആ ഒരു ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കട്ടാ. കോമ്പൻസേഷൻ പെയ്ഡ് ടു എംപ്ലോയീസ് is imitated the price fixed by an organization for their goods and services. അവർ നൽകുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള വിലയായിട്ടാണ് കോമ്പൻസേഷൻസ് ആർക്ക് കൊടുക്കുന്നത്? എംപ്ലോയീസിന് കൊടുക്കുന്നത്. ആ ഒരു സെന്റൻസ് മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി. നെക്സ്റ്റ് വൺ ഇക്കോണമിയാണ്. ഇനി ഒരു രാജ്യവും എന്താ പറയാ ഈ പറയുന്ന വേജസ്, സാലറീസ് ഫിക്സേഷനിൽ വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. ഏത് സ്റ്റേറ്റിലാണ്, സോറി ഏത് രാജ്യത്തിലും അതതിന്റെ സ്റ്റേറ്റ്. ഇപ്പൊ കേരളത്തിലെ വേജ് ഫിക്സേഷൻ അല്ലെങ്കിൽ സാലറി ഫിക്സേഷൻ പോലെ ആകണമെന്നില്ല മറ്റൊരു സ്റ്റേറ്റിൽ ഉണ്ടാകുക. ഒരു സംസ്ഥാനം ബേസ് ചെയ്ത് ഒരു രാജ്യത്തില് അത് ഏത് സംസ്ഥാനമാണ്, ആ സംസ്ഥാനത്തിനും അതുപോലെ തന്നെ ഇക്കോണമിക്കും ഒരുപാട് ഇമ്പാക്ട് ഉണ്ട് ഫോർ ദ ഫിക്സേഷൻ ഓഫ് വേജസ് ആൻഡ് സാലറി. സാലറിയും വേജസും ഒക്കെ ഫിക്സ് ചെയ്യുന്നതിന്. കാരണം ഓർഗനൈസേഷൻസിന് എന്താ പറയാ ഒരു റെമ്യൂണറേഷൻ ഡിസൈഡ് ചെയ്യുന്നതിന്, അത് കൊടുക്കുന്ന എംപ്ലോയീസിന് കൊടുക്കുന്ന ആ പ്രതിഫലങ്ങളൊക്കെ എന്താ പറയാ ഡിസൈഡ് ചെയ്യുന്നതില് എന്താ പറയാ ഇക്കോണമി അതിൻ്റെതായ രീതിയിൽ ആ ഏത് ഇക്കോണമിയിലാണ്. ഇപ്പൊ ഇന്ത്യയിൽ കേരളത്തിൽ എവിടെയാണ്, അപ്പൊ ഇക്കോണമി അവർ ചോദ്യം ചെയ്യാനൊന്നും വരില്ല. പക്ഷെ അതിന് ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്, തീരുമാനിച്ചിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, വേജസ് സാലറീസ് ഒക്കെ ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ ഇക്കോണമിയും ഒരു ഇമ്പാക്ട് ഉണ്ട് wage salary fixation. അത് മാത്രം നമ്മൾ അറിയാൻ മതി. The economy has its impact on wage and salary fixation in the state of the economy. In the state of the economy is the salary fixation in the state of the economy. ഇക്കോണമിയിൽ ഏതാണ് സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിലെ എന്താ പറയാ വേജസും സാലറീസും ഒക്കെ ഫിക്സ് ചെയ്യുന്നതും മറ്റൊരു എന്താണ് ഘടകമാണ് നമ്മുടെ വേജ് സാലറി ഫിക്സ് ചെയ്യുന്നതിൽ. ക്ലിയർ ആയോ? അപ്പൊ ഏതൊക്കെയാണ് നമ്മളുടെ കോമ്പൻസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നും ഇന്റേണൽ ഫാക്ടേഴ്സ് എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന് പറയാം. പിന്നെ അതിന്റെ പ്രധാനപ്പെട്ട എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോയിന്റുകളാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ലേബർ മാർക്കറ്റ്, കോസ്റ്റ് ഓഫ് ലിവിങ്, ലേബർ യൂണിയൻസ്, union influences on compensation decision, labor laws, society and economy. പിന്നെ നമ്മൾ എക്സ്ട്രാ അണ്ടർലൈൻ ചെയ്ത സെന്റൻസ്. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. ഇനി അടുത്തത് ഇന്റേണൽ ഫാക്ടേഴ്സ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദ്യം വരും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഇന്റേണൽ ഫാക്ടേഴ്സ് ഓഫ് കോമ്പൻസേഷൻ ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് ഓഫ് കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ താഴെ പറയുന്നത് ഏതൊക്കെയാണ്
എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരാമെന്നോ അല്ലെങ്കിൽ ഇന്റേണൽ ഫാക്ടേഴ്സിൽ വരാമെന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ വരാം. അപ്പൊ അതുകൊണ്ട് രണ്ടിന്റെയും ഹെഡിങ്ങുകൾ പഠിച്ചിരിക്കണമെന്ന് എല്ലാത്തിന്റെയും. മറ്റേതില് എത്ര പോയിന്റ്, എത്ര പോയിന്റ് ഉണ്ടായിരുന്നു? 7 കേട്ടാ. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് 7 ഇന്റേണൽ ഫാക്ടേഴ്സ് 3 തന്നെയുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. കോമ്പൻസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ് ബിസിനസ് സ്ട്രാറ്റജി, പെർഫോമൻസ് അപ്രൈസൽ, എംപ്ലോയി. ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മുടെ കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്നുണ്ട്. അത് ഇന്റേണൽ ആണ്. ഇന്റേണൽ മീൻസ് എന്താ? ഇൻസൈഡ് ഓർഗനൈസേഷൻ, നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്ത് ഉള്ള ചില ഘടകങ്ങൾ ഈ പറയുന്ന വേജും സാലറിയും ഫിക്സ് ചെയ്യുന്നതിന് സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ട് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് ബിസിനസ് സ്ട്രാറ്റജി ആണ്. നമുക്കറിയാം എവറി ബിസിനസ് ഹാസ് ഇറ്റ്സ് ഓൺ സ്ട്രാറ്റജീസ്. ഓരോ ബിസിനസ്സിനും അതിൻ്റെതായ സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോ ഈ പറയുന്ന കോമ്പൻസേഷൻ ഡിറ്റർമിനേഷനിലും, അതായത് എത്ര ഓരോ എംപ്ലോയീസിനും കോമ്പൻസേഷൻ കൊടുക്കണം, അതിന്റെ ഒരു തീരുമാനം എടുക്കലിലും ഒക്കെ എന്താണ് പറയാ, അതും ഒരു സ്ട്രാറ്റജിയാണ് ഒരു ബിസിനസിന്റെ. അപ്പൊ ബിസിനസിന്റെ സ്ട്രാറ്റജി ഓൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോമ്പൻസേഷൻ ഡിറ്റർമിനേഷൻ. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ അതിന്റെ കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ടാണ്, അല്ലെങ്കിൽ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. ചില കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് ഈ പറയുന്ന കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുക. അതിലൊന്ന് അത് അവരുടെ പ്രോഫിറ്റ് കണ്ടീഷൻസ്, പ്രോഫിറ്റ്, അവരുടെ ലാഭക്ഷമത അല്ലെ. പിന്നെ മാത്രമല്ല ഏതെങ്കിലും ഫ്യൂച്ചർ ആയിട്ടുള്ള എന്തെങ്കിലും ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങള്. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് കോമ്പൻസേഷൻസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോ ഏതായാലും ഏത് രീതിയിലാണെങ്കിലും കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുമ്പോൾ അവര് അവരുടേതായ ഓർഗനൈസേഷന്റെ എന്താ പറയാ പ്രൊട്ടക്ഷൻ, ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് പ്രൊട്ടക്ഷൻ, അവരുടെ ഇപ്പോഴുള്ള നിലവിലുള്ള ലാഭത്തിന്റെ അതിനെയൊന്നും ബാധിക്കാൻ പാടില്ല അല്ലെ. ലാഭക്ഷമത ഓരോ വർഷം ചെല്ലുന്നവർ കൂടിയാണ് വരുന്നത്. അപ്പൊ അതിനെയൊന്നും വലിയ കാര്യമായി ബാധിക്കാത്ത രീതിയിലുള്ള കോമ്പൻസേഷൻസ്, അതേസമയം എംപ്ലോയീസ് അർഹിക്കുന്ന രീതിയിലുള്ള കോമ്പൻസേഷൻസ് ഫിക്സ് ചെയ്യാനാണ് എന്ത് ചെയ്യുക ഉദ്ദേശിക്കുക. അതൊരു ബിസിനസ് സ്ട്രാറ്റജിയാണ്. അപ്പൊ കമ്പനിയുടെ കോമ്പൻസേഷൻ ലെവൽ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ഗോ ബിയോണ്ട് ദ ആവറേജ്. ഒരു ആവറേജ് കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്നുണ്ട്, അതിന്റെ താഴേക്കൊന്നും പോകാൻ പാടില്ല. ഇപ്പൊ ഞങ്ങളുടെ പ്രോഫിറ്റിനെ ബാധിക്കുന്നൊക്കെ വിചാരിച്ചിട്ട് കൊടുക്കുന്ന കോമ്പൻസേഷൻ മറ്റുള്ള ലൊക്കാലിറ്റിയിലുള്ള മറ്റ് ഓർഗനൈസേഷൻസ് കൊടുക്കുന്ന കോമ്പൻസേഷനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ പരിസരത്തുള്ള ഒരു ഓർഗനൈസേഷനിലും കൊടുക്കാത്ത രീതിയിൽ ഭയങ്കരമായി താഴ്ന്ന രീതിയിലുള്ള കോമ്പൻസേഷൻസ് കൊടുത്താൽ എന്ത് പറ്റും? സ്വാഭാവികമായിട്ട് എംപ്ലോയീസ് അവിടെ നിന്ന് ഇട്ടിട്ട് പോകും അല്ലെ. അവരുടെ പണിക്ക് പോകും, വേറെ വല്ലതും ജോലി കിട്ടുമെന്ന് അന്വേഷിച്ചു പോകും. അപ്പൊ അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ബിലോ ആവറേജ് ലെവലിലേക്ക് പോകാതെ ഒരു ആവറേജ് ലെവലിൽ നിന്നുകൊണ്ട് കോമ്പൻസേഷൻസ് ഫിക്സ് ചെയ്യുകയും അറ്റ് ദ സെയിം ടൈം പ്രൊട്ടക്ട് ദയർ കറന്റ് പ്രോഫിറ്റബിലിറ്റി, അവരുടെ ആ നിലവിലുള്ള എന്താ പറയാ പ്രോഫിറ്റബിലിറ്റി, ലാഭക്ഷമതയെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുമാണ് കോമ്പൻസേഷൻസ് ഫിക്സ് ചെയ്യുന്നത്. അതൊരു ബിസിനസ് സ്ട്രാറ്റജിയാണ്. ക്ലിയർ ആയോ? എല്ലാ ബിസിനസ്സുകാരും ആ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തിട്ടാണ് കോമ്പൻസേഷൻസ് ഫിക്സ് ചെയ്യുക. മനസ്സിലായോ? ഓക്കെ ആണോ? യെസ്. അപ്പൊ അതില് നിങ്ങൾ ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നോട്ടെ. ഏത് സെക്കൻഡ് സെന്റൻസ് ആണ്. ദ സ്ട്രാറ്റജി ഈസ് ടു sustain and protect current profit because of the declining fortunes of the company. The compensation level were needed to be the average or even below average. Strategy നോക്കി അവര് എന്താ പറയാ ഭാവിയിലുണ്ടാകാവുന്ന ചില ഡിക്ലൈനിങ് ഫോർച്യൂൺസ് എന്ന് പറഞ്ഞാൽ എന്താ, ചിലപ്പോ നെഗറ്റീവ് ആയിട്ടൊക്കെ അല്ലെങ്കിൽ ഈവൺ ചിലപ്പോ ലോസസിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് ഈ പറയുന്ന രീതിയിൽ കോമ്പൻസേഷൻസ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. അടുത്തത് പെർഫോമൻസ് അപ്രൈസൽ. ഇനി മറ്റൊന്നാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുമ്പോൾ അത് ഡിപെൻഡ്സ് അപ്പോൺ ദ പെർഫോമൻസ് ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഇത് കൂടുതൽ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന എംപ്ലോയീസിന് അതനുസരിച്ചുള്ള കോമ്പൻസേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. കൂടുതൽ ദോസ് ഹു ഷോ ബെറ്റർ പെർഫോമൻസ്, അതായത് മറ്റുള്ള ഇപ്പൊ കുറെ എംപ്ലോയീസ് ജോലി ചെയ്യുന്നു, ആരാണ് കൂടുതൽ നന്നായി പെർഫോം ചെയ്യുന്നത് അവർക്ക് അതിനനുസരിച്ചുള്ള എന്ത് ചെയ്യുക, കോമ്പൻസേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. മറ്റുള്ളവരിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ കൊടുക്കുക. ബിക്കോസ് ദേ ആർ പ്രൊവൈഡിങ് അല്ലെങ്കിൽ ദേ ആർ ഗിവിംഗ് മോർ എഫേർട്ട്. കാരണം മറ്റുള്ളവരിൽ നിന്ന് കുറച്ചുകൂടി നല്ല എഫേർട്ട് എടുക്കുന്നത് കൊണ്ടാണ് അവരുടെ പെർഫോമൻസ് അങ്ങനെ കൂടിയത്. അപ്പൊ പെർഫോമൻസ് കൂടുതലാണെങ്കിൽ അബവ് സ്റ്റാൻഡേർഡ് ഒക്കെ വരികയാണെങ്കിൽ അതനുസരിച്ച് എന്ത് ചെയ്യുക, എംപ്ലോയീസിന് അവരുടെ കോമ്പൻസേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ്
performance appraisal. That means the evaluation or assessment of the performance of an employee. Employees in the performance assess ചെയ്യണം, evaluate ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് നോക്കണം. സൂപ്പർവൈസേഴ്സിനെ വിട്ടിട്ടാണെങ്കിലോ അല്ലെങ്കിൽ മാനേജ്മെന്റ് നേരിട്ടോ ഏതൊക്കെ രീതിയിലാണ് ഓരോ എംപ്ലോയീസും ജോലി ചെയ്യുന്നത്, അവരുടെ പെർഫോമൻസ് ലെവൽ എന്താണ്. ഒരു 10 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ഈ 10 പേരും ചെയ്യുന്ന ജോലികൾ, അവർക്ക് കൊടുക്കുന്ന ജോലികൾ അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു, വന്നപ്പോ തുടങ്ങി 5 വർഷമായി 10 വർഷം ഇപ്പോഴും അതേ രീതിയിൽ തന്നെയാണോ, അല്ലെ, എന്തെങ്കിലും പുരോഗമനങ്ങളുണ്ടോ, ഇതൊക്കെ അസസ് ചെയ്യുക. ആ അസസ്മെന്റിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്നും പറയുക. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഹെൽപ്പ് ദ മാനേജ്മെന്റ് ടു റിവാർഡ് ഓർ ടു കോമ്പൻസേറ്റ് ദ എംപ്ലോയീസ് ഫോർ ഷോയിങ് ബെറ്റർ പെർഫോമൻസ്. നല്ല നല്ല പെർഫോമൻസുകൾ കാഴ്ചവെക്കുന്നവർക്ക് അവരെ കണ്ടെത്താനൊക്കെ എന്ത് ഹെൽപ്പ് ചെയ്യും? പെർഫോമൻസ് അപ്രൈസലാണ് മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുക. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? കോമ്പൻസേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? അതും ഒരു ഇന്റേണൽ ഫാക്ടർ ആണ്. ക്ലിയർ ആയോ? മനസ്സിലായല്ലോ പോയിന്റ്? പെർഫോമൻസ് അപ്രൈസലിന്റെ ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. കോമ്പൻസേഷൻ ഹൈക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പൻസേഷൻ ഇൻക്രീസ് ആണ് കേട്ടോ. പെർഫോമൻസുകൾ നോക്കി അതനുസരിച്ച് കോമ്പൻസേഷൻസ് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പ്രോസസ് ആണ് പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് അപ്രൈസൽ എന്താണ്? എംപ്ലോയീസിന്റെ പെർഫോമൻസുകൾ അസസ് ചെയ്യുക, വിലയിരുത്തുക, ഇവാലുവേറ്റ് ചെയ്യുക. അപ്പൊ എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒരു 10 പേരുണ്ട്, അതിൽ ഇവാലുവേഷൻ നടത്തി എങ്ങനെയുണ്ട് ഇവരൊക്കെ പെർഫോമൻസ്, അവർ ചെയ്യുന്ന ജോലിയുടെ ആ ഒരു കൃത്യത, ആക്യുറസി, എഫിഷ്യൻസി, അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി, ചെയ്ത ജോലിയുടെ ക്വാളിറ്റി, ഇതൊക്കെ നോക്കി വിലയിരുത്തി കഴിഞ്ഞപ്പോ ഒരു എന്താ പറയാ 7 പേര് സാധാ നോർമൽ നേരത്തെ കൊടുത്തിരിക്കുന്ന ജോലികൾ ചെയ്തിരിക്കുന്നു എന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള 3 പേര് കുറച്ചുകൂടി നല്ല രീതിയിൽ അവരുടെ സർവീസിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജോലിയിൽ നമുക്ക് കാണാൻ സാധിച്ചു. കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉള്ള ഒരു ജോലി അവർ ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചെങ്കിൽ എന്ത് ചെയ്യണം? അവരെ അപ്രീസ് ചെയ്യണം. അവരുടെ ആ ഒരു വിലയിരുത്തലുകൾ നടത്തിയതിനു ശേഷം അവർക്ക് വേണ്ട അപ്രീസിയേഷൻസ് കൊടുക്കണം. അവർക്ക് വേണ്ട ഇൻക്രിമെന്റിങ് കോമ്പൻസേഷൻ, ഒരു കോമ്പൻസേഷൻ ഇച്ചിരി കൂട്ടി കൊടുക്കുക. അതൊരു മോട്ടിവേഷൻ ആണ്. അല്ലെങ്കിൽ പിന്നെ ഞാനിവിടെ കിടന്ന് അവർ ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് ചെയ്താൽ പോരെ, ഞാൻ എന്തിനു കുറച്ച് കൂടുതൽ എഫേർട്ട് എടുക്കണം എന്നുള്ള ചിന്ത എംപ്ലോയിക്ക് വരും. അതേസമയം അവർക്ക് അവരെ വ്യത്യസ്തരായി കണ്ട് അവർ നമ്മൾ ഉദ്ദേശിച്ചതിൽ നിന്ന് കൂടുതൽ ക്വാളിറ്റിയുള്ള സർവീസ് തന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു പടി കൂടുതൽ അവർക്ക് അവരുടെ കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുക. സോ ഇറ്റ് വിൽ ബി എ മോട്ടിവേഷൻ. ആർക്ക് മോട്ടിവേഷൻ ആയിരിക്കും? ആ കൊടുക്കപ്പെടുന്ന എംപ്ലോയീസിനും കൂടാതെ ബാക്കിയുള്ളവർക്കും. കണ്ട ഇതൊക്കെ കുറച്ചുകൂടി നല്ലോണം പെർഫോം ചെയ്താൽ അതെ അതുപോലെ എനിക്ക് കിട്ടും എന്നുള്ള ചിന്ത, ആ ഒരു മോട്ടിവേഷൻ അതെല്ലാവർക്കും ഉണ്ടാകും. ക്ലിയർ ആയല്ലോ? ഇന്റേണൽ ഫാക്ടേഴ്സില്. And the last one is the employee. നമുക്കറിയാം എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് which determines the compensation. ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന കോമ്പൻസേഷൻ നിശ്ചയിക്കുന്നതിൽ ഒരുപാട് ഫാക്ടേഴ്സ് എന്തിൽ റിലേറ്റഡ് ആണ്? എംപ്ലോയി റിലേറ്റഡ് ആണ്. എന്ന് വെച്ചാൽ എംപ്ലോയീസിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ, അതിലൊരു ഉദാഹരണം പറയാം. സീനിയോറിറ്റി അനുസരിച്ച് കൊടുക്കും അല്ലെ. കുറെ 10-25 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ആള്, ഇപ്പൊ വന്നിരിക്കുന്ന ഒരാള്, അവരുടെ റെമ്യൂണറേഷൻസ് തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പൊ ഫ്രഷറായിട്ട് കയറി പുതിയതായിട്ട് കയറുന്ന എംപ്ലോയി, ആൾക്ക് 1 വർഷത്തിനുള്ളിൽ ആ 1 വർഷവും ആദ്യത്തെ വരുന്ന വർഷമൊക്കെ പറഞ്ഞിരിക്കുന്ന ആ സാലറി, അത് അവർക്ക് ഓഫർ ചെയ്തിരിക്കുന്ന സാലറി വേജസ് ആയിരിക്കും കിട്ടുക. അടുത്ത വർഷം തുടങ്ങി ചിലപ്പോ എന്താ പറയാ സെക്കൻഡ് ഇയർ തുടങ്ങി ചെറിയ ഒരു ഇത്ര പെർസെന്റേജ് ഇൻക്രിമെന്റ് ഉണ്ടാകും എന്ന് ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നോക്കുമ്പോ കമ്പയർഡ് ടു ഒരു 10-25 വർഷമുള്ള അതേ ഫീൽഡിൽ ജോലി ചെയ്യുന്ന മറ്റൊരു സീനിയർ ആയിട്ടുള്ള ഒരു എംപ്ലോയി ആണെങ്കിലോ ആൾക്ക് ഇതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കോമ്പൻസേഷൻസ് ആയിരിക്കും കിട്ടുക. അപ്പൊ അതന്നെ അങ്ങനത്തെ കുറെ ഫാക്ടേഴ്സ് കൂടി ഉണ്ട്. എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ടുള്ള ചില ഫാക്ടേഴ്സ് ലൈക്ക് പെർഫോമൻസ്, സീനിയോറിറ്റി, എക്സ്പീരിയൻസ് അനുസരിച്ചും കോമ്പൻസേഷന്റെ ആ ഒരു എമൗണ്ട് കൂടും. പൊട്ടൻഷ്യൽ, കഴിവുകള്, പിന്നെ ഈവൻ എന്താ പറയാ കുറെ ഭാഗ്യം. ഭാഗ്യം കൊണ്ടും ഒക്കെ എന്തുണ്ട്? എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ടുള്ള ചില ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കോമ്പൻസേഷൻ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ കൂടിയാണ്. ക്ലിയർ ആയോ? എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സെന്റൻസുകൾ രണ്ടും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. സെവറൽ എംപ്ലോയി റിലേറ്റഡ് ഫാക്ടേഴ്സ് interact to determine his or her remuneration. These include, ആ these എന്ന് പറയുന്നത് ഏതാ? ആ എംപ്ലോയി റിലേറ്റഡ് ഫാക്ടേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. എംപ്ലോയി റിലേറ്റഡ് ഫാക്ടേഴ്സ് ആണ് ഏതൊക്കെ? പെർഫോമൻസ്, സീനിയോറിറ്റി, എക്സ്പീരിയൻസ്, പൊട്ടൻഷ്യൽ ആൻഡ് ഈവൻ ലക്ക്. ഈവൻ മീൻസ് വെറും ഭാഗ്യം കൊണ്ട് മാത്രം. ഭാഗ്യം കൊണ്ടും ചിലപ്പോഴൊക്കെ ചില എംപ്ലോയീസിന് കൂടുതൽ കോമ്പൻസേഷൻസ് കിട്ടും. അതാണ് അണ്ടർലൈൻ ചെയ്തേക്ക ലാസ്റ്റ് പോയിന്റ്.
So these are the internal factors which influence the compensation determination. കോമ്പൻസേഷൻ നിശ്ചയിക്കുന്നതില് എംപ്ലോയീസിന് അവരുടെ സേവനങ്ങൾക്ക് പറഞ്ഞോ ഷീർലക്ക് ഇവൻ ഷീർലക്ക് അതെന്താ? വെറും ഭാഗ്യം കൊണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചില ആൾക്കാരെ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ ജോലിക്ക് വരുമ്പോ എന്താ പറയാ അവർക്ക് പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്ന സാലറി ചിലപ്പോ ആ ഒരു ആളുടെ സ്കില്ലും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടേ മറ്റൊരാൾ അതിന് തൊട്ട് മുൻപ് വന്ന് ജോയിൻ ചെയ്തപ്പോ അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്ത സമയത്ത് കൊടുത്തിരിക്കുന്ന ഓഫർ ചെയ്തിരിക്കുന്ന സാലറിയുടെയോ അല്ലെങ്കിൽ ആ വേജസിന്റെ റേറ്റിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ചിലപ്പോ ഏതെങ്കിലും ചില കാര്യങ്ങൾ കണക്കിലെടുത്തിട്ടായിരിക്കാം പുതിയതായിട്ട് വലിയ താമസമില്ലാതെ അല്ലെങ്കിൽ വലിയ ഡിഫറൻസ് ഇല്ലാതെ 2-3 മാസം കഴിയുമ്പോൾ ഒരു പുതിയൊരു എംപ്ലോയി വന്നുകൊണ്ടിരിക്കും അവർക്ക് അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ സാലറി ഓഫർ ചെയ്യുന്നു. It is the organization which decides the remuneration to be paid. എത്ര എംപ്ലോയീസിന് സാലറി കൊടുക്കണം വേജസ് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്ന ഓർഗനൈസേഷന് അതിൻ്റെതായ എന്തുണ്ട് സ്ട്രാറ്റജീസ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ തൊട്ട് മുന്നേ 2 മാസം മുമ്പ് വന്ന ആൾക്ക് ഇത്രയേ കൊടുക്കുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞ് വേറൊരാൾ വന്നു പക്ഷെ ആൾക്ക് അതിനേക്കാൾ കുറച്ചുകൂടി രൂപ കൂടുതൽ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ അത് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ കണക്കിലെടുത്തിട്ടായിരിക്കും അത് അയാളുടെ ലക്കാണ്. പക്ഷെ അപ്പൊ ലക്കിന്റെ ബേസിസിലും കോമ്പൻസേഷൻസ് ചില എംപ്ലോയീസിനെ സംബന്ധിച്ച് ചിലപ്പോൾ ചില ആളുകളോടുള്ള എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും എന്താ പറയാ റിലേഷനോ എന്തെങ്കിലും മറ്റേതെങ്കിലും ഫാക്ടേഴ്സും കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊരു ലക്കാണ് എന്ന് പറയും. അപ്പൊ ആ രീതിയിലും കോമ്പൻസേഷൻസ് നിശ്ചയിക്കാറുണ്ട്. അതും മറ്റൊരു എംപ്ലോയർ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടർ ആണ് എന്നാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. അപ്പൊ ഇന്റേണൽ ഫാക്ടേഴ്സ് 3 ആ 3 പേരുകൾ എന്തായാലും പഠിക്കണം. ബിസിനസ് സ്ട്രാറ്റജീസും പെർഫോമൻസ് അപ്രൈസിലും എംപ്ലോയർ റിലേറ്റഡ് ആയിട്ടുള്ളതും ഒക്കെ നമ്മുടെ കോമ്പൻസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയാണ്. അത് ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ് എന്നുള്ള കാര്യം മറക്കണ്ട. രണ്ടും തമ്മിൽ ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. സോ ദാറ്റ് വാസ് ദ എൻഡ്. അപ്പൊ ഇതാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിന്റെ അവസാനം. നമ്മളുടെ ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ തീർന്നു. കഴിഞ്ഞ ദിവസം നമ്മള് എന്താ പറയാ ഗ്രീവാൻസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നു കിട്ടോ. അപ്പൊ ചിലപ്പോ ഈ ടാലന്റ് മാനേജ്മെന്റില് ഇച്ചിരിക്കോളം നമുക്ക് ഉണ്ടായിരുന്നുള്ളത് ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം അങ്ങനെ പതുക്കെ എടുത്ത് ബാക്കി വെച്ചതാണ് അല്ലെ. അല്ലെങ്കിൽ എനിക്ക് എന്റെ അവർ കിട്ടില്ല, അവർ വരാതെ പോകേണ്ടി വരും. അപ്പൊ ലാസ്റ്റ് ഒക്കെ ഒന്ന് 2 മിനിറ്റ് പോണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചിരുന്നതാണ് കേട്ടോ കുറച്ച്. അപ്പൊ ഇനി ഒരു ഒറ്റ ക്ലാസ് കൂടി ഉള്ളൂ, അത് നമ്മുടെ ചൊവ്വാഴ്ചയാണ്. അപ്പൊ ഈ 2 ക്ലാസ്സിലെ എന്താ പറയാ ടാലന്റ് മാനേജ്മെന്റിൽ നിന്ന് ഞാൻ ചിലപ്പോൾ തരുന്ന ക്വസ്റ്റ്യൻസ് ഈ ചിരിക്കോളം ഭാഗത്തുനിന്ന് 5 മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ തരാനുണ്ടാവില്ല. സോ ഇതിന്റെ അകത്തുനിന്ന് നേരത്തെ നമ്മൾ ഇടാത്തതായിട്ടുള്ള ചില ചോദ്യങ്ങളായിരിക്കും മോക്ക് ടെസ്റ്റിന്റെ 5 ക്വസ്റ്റ്യൻസ് തികയ്ക്കാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ തരാം. അപ്പൊ അത് അത് കഴിഞ്ഞ കുറെ ദിവസം മുമ്പ് എടുത്താണെന്നൊന്നും വിചാരിക്കേണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ഓർമ്മ കുറവൊന്നുമല്ല കേട്ടോ, ഞാൻ പറഞ്ഞതാണ് ക്ലാസ്സിൽ പ്രാവശ്യം കൂടി വീണ്ടും പറയുന്നതാണ്. നിങ്ങൾ മറന്നുപോയെങ്കിലും ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഓക്കെ. പിന്നെ ഗ്രീവാൻസിലല്ലേ നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തന്നുവിട്ടത്. ഗ്രീവാൻസിലെ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ഇന്ന് തരും. അതിന്റെ ആൻസേഴ്സ് നമ്മൾ ചൊവ്വാഴ്ച വായിപ്പിക്കും. കൂടാതെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റും ടാലന്റ് മാനേജ്മെന്റും അന്ന് ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അന്ന് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ എഴുതി, അതുകൊണ്ട് അവിടെ തന്നെ അന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് തരുന്നു, നിങ്ങൾ ആൻസർ തരുന്നു. പിന്നെ എനിക്കൊരു അടുത്ത ക്ലാസ് ഇല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. മനസ്സിലായോ പറഞ്ഞ കാര്യം? പറഞ്ഞത് മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ഗ്രീവാൻസിലെ ഇന്ന് തന്നു വിട്ടിരുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കാമോ? ആരെ വായിക്കുക? ബുഷ്ര ഒന്ന് വായിക്കാമോ? Yes. A show cause notice that explains that the misconduct done by an employee is called dash. Issue of a charge sheet. ചാർജ് ഷീറ്റ് അല്ലെ? ചാർജ് ഷീറ്റ്. ഷോ കോസ് നോട്ടീസ് എന്ന് പറയുന്നത് എന്താ പറയാ, ഒരു എംപ്ലോയീസ് നടത്തുന്ന അല്ലെങ്കിൽ അവര് മിസ്കോണ്ടക്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന് വേണ്ടി കാണിക്കുന്ന ഒരു കാരണം കാണിക്കൽ നോട്ടീസ്. അതാണ് ഷോക്കോസ് നോട്ടീസ് എന്ന് പറയുന്നത് കേട്ടോ. ആ കാരണം കാണിക്കൽ നോട്ടീസിനെ പറയുന്ന പേരെന്താന്ന് ചോദിച്ചാൽ അത് ചാർജ് ഷീറ്റ് ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ.
Which aspect of employee health relates to an individual's happiness, self-sufficiency, and ability to handle life changes? Mental health. Mental health. Mental health. Okay. Mental health. Okay. Next question. Section 11 of the Factories Act 1948 deals with dash. Cleanliness. Cleanliness. Okay. Correct. Section 20 of the Factories Act deals with the provision of a sufficient number of dash. Spittoons in convenient place. സ്പിറ്റൂൺസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് നമ്മളുടെ സെക്ഷൻ 20 പറയുന്നത്. സ്പിറ്റൂൺസ് മാത്രം മതി കേട്ടോ. Okay. Employee safety involves protecting employees from injuries caused by dash work related accident. അതെ, വർക്ക് റിലേറ്റഡ് ആക്സിഡന്റ്സ്. ഓക്കെ. If an employee fails to submit an explanation after receiving a charge sheet, the management can dash take a action against the employee. Yes. അടുത്തത്. A charge sheet is not a punishment but a dash warning letter. വാർണിംഗ് ലെറ്റർ. കറക്റ്റ് ആണ്. അടുത്തത്. മാം ഇതിൽ ഞാൻ സെക്കൻഡ് ക്വസ്റ്റ്യനും 7th ക്വസ്റ്റ്യനും അതേപോലെ തന്നെ 9th ക്വസ്റ്റ്യനും വായിച്ചിട്ടില്ല. അതെനിക്ക് കിട്ടിയിട്ടില്ല ആൻസർ. അതല്ലാതെയാണോ വായിച്ചത്? Second question, a key guideline for a disciplinary procedure is that the action should be ഒന്ന് വായിക്കാമോ? Ma'am, prompt action should be taken. Second one. A key guideline for a disciplinary procedure is that the action should be prompt action should be taken. Prompt action should be taken. അതെ. ഇനി വേറെ ഏതാ അടുത്തത് വായിക്കാതിരുന്നത്? ആള് വായിക്കാതിരുന്നത് 7th. 7th ക്വസ്റ്റ്യൻ വായിച്ചേ. An imaginary grievance should be dealt with immediately because it can develop a dash of the organization negative image. അതെ, നെഗറ്റീവ് ഇമേജ് ആണ്. കറക്റ്റ് ആൻസർ ആണ്. അടുത്തത് 9th question. A grievance procedure helps management to identify employee attitude regarding employment. Answer employment ആണോ മാം? എനിക്കൊരു സംശയം. ക്വസ്റ്റ്യൻ കൂടി പറയോ? പറയാം മാം. A grievance procedure helps management to identify employee attitude regarding dash. എനിക്കറിയില്ല, എന്താ കറക്റ്റ് കിട്ടിയില്ല. A grievance procedure helps the management to identify employee attitudes regarding. അതല്ലേ ചോദ്യം? അതെ. റിഗാർഡിംഗ് ആൻസർ കിട്ടിയില്ല. ആർക്കെങ്കിലും കിട്ടിയവരുണ്ടോ? കിട്ടിയവരാരെങ്കിലും ഉണ്ടോ? ഒന്ന് പറയാമോ നിഷ? A grievance procedure helps management to identify employee attitudes regarding dash the organizational policies, rules and practices. അതൊന്നും അറിയത്തില്ല മാം. Organizational policies, rules and regulations. That is the correct answer. Correct answer അതാണ്. ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, നിഷ ഒന്ന് എഴുതി വെച്ചോ. കിട്ടാതിരുന്നവര് ഓർഗനൈസേഷണൽ പോളിസീസ്, റൂൾസ് ആൻഡ് പ്രാക്ടീസസ്. അതാണ് ആൻസർ. ഓർഗനൈസേഷണൽ പോളിസീസ്, റൂൾസ് ആൻഡ് പ്രാക്ടീസസ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അത്രയല്ലേ ഉണ്ടായുള്ളൂ? എല്ലാം വായിച്ചില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടെ. ഇതിന്റെയൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ ചൊവ്വാഴ്ചത്തേക്ക് റെഡിയാക്കി വെച്ചേക്കണം. എന്നിട്ട് നമ്മള് ചൊവ്വാഴ്ച വായിച്ചതിന് ശേഷം ട്രെയിനിങ്ങിന്റെയും ടാലന്റിന്റെയും ക്വസ്റ്റ്യൻസ്. അത് കുഞ്ഞു പാഠമല്ലേ, അതുകൊണ്ടാണ്.
അത് അപ്പൊ തന്നെ നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എഴുതി അപ്പൊ തന്നെ നിങ്ങളെ കൊണ്ട് ആൻസർ ചെയ്യും കേട്ടോ. ഓക്കെ, എഴുതിക്കോ. വോളണ്ടറി ഡിസിപ്ലിൻ, voluntary discipline, voluntary discipline is a form of dash, is a form of dash. Voluntary discipline is a form of dash. അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. അടുത്തത് arriving late, arriving, ARRIVING, arriving late, frequently, 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 arriving late frequently, and habitual absence, habitual, HABITUAL, habitual absence, ABSENCE, habitual absence, പതിവായിട്ട് വരാതിരിക്കുക, ലീവ് എടുക്കുക, അതുപോലെ തന്നെ ലേറ്റ് ആയിട്ടൊക്കെ വരിക, മിക്കവാറും ലേറ്റ് ആയിട്ട് വരിക, ആർ എക്സാമ്പിൾസ് ഓഫ് ഡാഷ്. അതൊക്കെ എന്തിന് ഉദാഹരണമാണ്? ആർ എക്സാമ്പിൾസ് ഓഫ് ഡാഷ്. Arriving late frequently and habitual absence are examples of dash. Another question. The main aim of domestic enquiry, domestic, DOMESTIC, the main aim of domestic enquiry is to dash, is to dash. അടുത്തത് a primary objective of ensuring, ENSURING, ensuring employee health, primary objective of ensuring employee health is to dash, is to dash. Is to dash. അടുത്തത് an ineffective, effective opposite ആണ് ineffective, INEFFECTIVE, an ineffective HR policy and an improper system of improper system of grievance redressal are potential cause of, potential, POTENTIAL, potential cause of dash, potential cause of dash. Next one. Yes, the need to provide, the need to provide
the need to provide screens or goggles, screens, SCREENS, screens or goggles, GOGGLES, screens or goggles, the need to provide screens or goggles for eye protection, PROTECTION, protection applies to factories, applies to factories with, applies to factories with dash. With the dash. Next one. Positive discipline. Positive discipline can also be called, a dash, called a dash discipline. Positive discipline can also be called as a dash discipline. Dash discipline. അടുത്തത് the final decision on the degree of punishment, on the degree of punishment, for an employees, എന്ന് എഴുതുമ്പോ എംപ്ലോയി കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി എസ് ഇടണം കേട്ടോ. എംപ്ലോയികളുടെ എന്നാണ് അർത്ഥം. Employees misconduct is made by, employees misconduct is made by, ഫൈനൽ പണിഷ്മെന്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള പണിഷ്മെന്റ് കൊടുക്കണമെന്ന് ആരാണ് നിശ്ചയിക്കുന്നതെന്നാണ് കേട്ടോ അതിന്റെ അവിടെ ചേർക്കേണ്ടത്. മിസ്കോണ്ടക്ട് ഈസ് മെയ്ഡ് ബൈ ഡാഷ്, ആരാണ് അതിനുള്ള ഒരു ഇതൊക്കെ ചെയ്യുന്നതാണ്. അടുത്തത് the Factories Act. അടുത്ത question. The Factories Act mandates, MANDATES. Factories Act mandates that fire exit should be dash. ഫയർ എക്സിറ്റ് എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, സൂചിപ്പിച്ചിട്ടുണ്ടാവണം എന്നൊക്കെ നമ്മൾ വായിച്ചതാണ് എവിടെയും കണ്ടൊക്കെ. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഭാഗം എവിടെയാണെന്ന് കണ്ടെത്തി അത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. യെസ്, ദ ഫാക്ടറീസ് ആക്ട് mandates that fire exit should be dash. അടുത്തത് a grievance can be a feeling of personal injustice, personal, PERSONAL, personal injustice, anidi, anyayam, personal injustice that is real or dash, that is real or dash. യഥാർത്ഥമാകാം അല്ലെങ്കിൽ ഡാഷ്. അവിടെ വേർഡ് ഉണ്ട്, എന്താന്ന് കണ്ടെത്തുക. അടുത്തത് a healthy employee
A healthy employee is more likely to have likely, L-I-K-E-L-Y, likely to have dash. Healthy employee is more likely to have dash. அடுத்தது, the Factories Act provision, the Factories Act provision, P-R-O-V-I-S-I-O-N, Factories Act provision on excessive wage. ഈ excessive wage എന്ന് പറയുന്നത് ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ നോട്ടാ. excessive wage എന്ന് വെച്ചാൽ അമിതഭാരം. EXCESSIVE സ്പെല്ലിംഗ് തെറ്റിക്കേണ്ട. EXCESSIVE excessive wage, WEIGHT wage. ഇൻവെർട്ടർ കോമയിൽ ഇടാ, ഡബിൾ ഇൻവെർട്ടർ കോമയിൽ ഇടാ. അമിതമായ ഭാരം. is designed to prevent dash. is designed, DESIGNED, designed to prevent dash. Excessive weight എന്ന് പറയുന്നത് നമ്മുടെ ഫാക്ടറീസ് ആക്ടിന്റെ നിയമങ്ങളിൽ വന്നിരിക്കുന്നതാണ്. അത് എന്ത് തടയാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് അതിനെ കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അത് ഏതാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് എടുത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ. According to section 9C, according to section 9C of the Industrial Disputes Act, according to 9C of the Industrial Dispute Act, the total number of members of a grievance redressal committee shall not exceed ഇതിൽ കൂടുതലാകാൻ പാടില്ല. ഡാഷ് എത്രയിൽ കൂടുതലാകാൻ പാടില്ല എന്ന് കൃത്യമായി അവർ പറയുന്നുണ്ട്. shall not exceed dash. According to section 9C of the Industrial Disputes Act, the total number of members to grievance redressal committee shall not exceed dash. Okay, അടുത്തത്. The first step in a progressive discipline policy for a minor minor misconduct is dash. അടുത്തത്. If a manager knows, KNOWS, knows their actions can be
their actions. ACTIONS. Actions can be challenged. 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 Challenged through a grievance procedure. Through a grievance procedure, comma, they will likely be more, M-O-R-E, more dashed in their decisions. More dashed in their decisions. DECISSIONS. എത്ര ക്വസ്റ്റ്യൻ ആയി? ഇപ്പൊ ഇന്ന് എഴുതിയതാണേ. ഇന്ന് എഴുതിയതിൽ എത്ര ക്വസ്റ്റ്യൻ ആയി? ആരെങ്കിലും ഇന്ന് ഒന്നുകൂടി നമ്പർ ഇട്ടിട്ടുണ്ടോ? 15 question. 15. The state government has the power. The state government has the power. The state government has the power to make rules. To make rules regarding safety. Regarding safety, comma, including setting the SETTING, including setting the maximum bearable load. Maximum, MAXIMUM, maximum bearable, BEARABLE. വഹിക്കാൻ പറ്റുന്നത്, മാക്സിമം വഹിക്കാൻ പറ്റുന്ന ലോഡ്, LOAD, ലോഡ് for workers under the provisions of dash. Under the provisions of dash. Under the provisions of dash. Idea. Delay. And the last question. Yes, last one. An effective discipline policy. An effective discipline policy can improve the performance of dash. Improve the performance of dash. An effective discipline policy can improve the performance of dash. Okay. നമുക്ക് ഇനി അടുത്ത ദിവസം നമ്മള് എന്താ പറയാ, നമ്മളുടെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റും അതുപോലെ ടാലന്റ് മാനേജ്മെന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്, 2 ചാപ്റ്ററിന്റെയും ഒരുമിച്ച് നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ അതപ്പം തന്നെ അതിന്റെ ഉത്തരം പറയാം. ഓക്കെ, ഇത് നിങ്ങൾ ആൻസർ ഏരിയ നോക്കി വായിച്ചൊക്കെ നോക്കി എവിടേക്കാണ് കിടക്കുന്നത്. അപ്പൊ ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, ഇത് ഉത്തരമൊക്കെ എവിടെയാണെന്നോ ഒക്കെ കണ്ടെത്താൻ പറ്റും. ആ ഉത്തരമൊക്കെ ഒന്ന് വായിച്ചു നോക്കാൻ പറ്റും. അതൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നത് കേട്ടോ, ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ തന്നത്. അപ്പൊ അതിന്റെ ആൻസർ നമ്മൾ പറയുന്നുണ്ട്, ഇവിടെ വായിപ്പിക്കുന്നുണ്ട്. അപ്പൊ തെറ്റിപ്പോയവരുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്ത് പോണായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടെ വായിപ്പിച്ചല്ലോ തലേ ദിവസം, രണ്ടു ദിവസം മുമ്പ് ഇതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻസ് തന്നു, ടീച്ചേഴ്സോടൊന്ന് വായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ചിലപ്പോ ഇപ്പൊ നമ്മൾ എഴുതിയപ്പോ ഏതെങ്കിലും ഒരെണ്ണം വന്ന് മിസ്റ്റേക്ക് ആയിപ്പോയി, അല്ലെങ്കിൽ ഇന്ന് വിഷ്ണു വായിച്ചു കഴിഞ്ഞപ്പോ 2-3 ആൻസർ കിട്ടിയില്ല. അപ്പൊ അത് വേറെ ആള് പറഞ്ഞു, കൃത്യമായിട്ട് അതിന്റെ ആൻസർ പറഞ്ഞു. ഓക്കെ, അപ്പൊ അത് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. അല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ പറഞ്ഞ ഉത്തരമായിരിക്കണമെന്ന് ചിലപ്പോ ബൈ ചാൻസ് തെറ്റിപ്പോയിട്ടുണ്ടാകും. അപ്പൊ അത്തരം മിസ്റ്റേക്സ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് വായിപ്പിച്ചത് നിങ്ങളെ കൊണ്ട് ആൻസർ, അല്ലെ? അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് വായിച്ചാലും നിങ്ങൾക്ക് അത് കിട്ടും.
അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റും എന്നൊക്കെ അറിയാം. പക്ഷെ എങ്കിലും നമ്മൾ ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അവിടെ ഇരിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുപോലെ അടുത്ത ഈ തന്നിരിക്കുന്ന 17 ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നിട്ടുണ്ടെന്ന്, കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അതെടുത്ത് നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. ഓക്കെ, കുറച്ചുകൂടിയൊക്കെ അല്ലേ ഉള്ളൂ നമ്മുടെ രമ്യ ടീച്ചർ എടുത്തോണ്ടിരിക്കുന്ന പോർഷനും. എന്താ പറയാ, 2 ക്ലാസ് കിട്ടുമ്പോ, 2 ക്ലാസ് ആണോ ഇനി, എത്ര ക്ലാസ്? 2 ക്ലാസ് കിട്ടും തോന്നുന്നു ടീച്ചർക്ക്. ടീച്ചർ ഒന്നല്ലെങ്കിൽ ഒരു ക്ലാസ് മറ്റേ ടീച്ചറിന്റെ തീർന്നോ പറഞ്ഞേ, സോൾ മിസ്സിന്റെ തീർന്നു. ഓക്കെ, അപ്പൊ രമ്യ ടീച്ചറിന്റെ മാത്രമേ ഉള്ളൂ. അത് കുറച്ച് ലെങ്തി ചാപ്റ്റർ തന്നെയായിരുന്നു. പിന്നെ മാത്രമല്ല ടീച്ചർക്ക് ആകെ ഒരവറുള്ളൂ അല്ലെ, 2 കാര്യങ്ങളും കൊണ്ട് വലിയ ചാപ്റ്റർ ആണ്. കുറച്ച് അവർ കുറവാണ്. പിന്നെ എക്സ്ട്രാ 1-2 അവറൊക്കെ നമ്മൾ ആരെങ്കിലൊക്കെ വാങ്ങിച്ചെടുത്തിട്ടുണ്ട് ഇടയ്ക്ക്. അതുകൊണ്ടാണ് അത്രയും തീർന്നത്. ഈ ലാസ്റ്റ് ആ മോഡലിൽ വന്നേനെ. തീർച്ചയായിട്ടും നമ്മുടെ ടൈമിങ്ങിൽ തന്നെയാണ് തീർന്നേക്കണേ. കറക്റ്റ് ടൈമിലാണ് നമ്മുടെ ഡ്യൂറേഷൻ, ആ ഒരു സാധനമാണ് തന്നിരിക്കുന്ന അതേ ടൈമിൽ തന്നെ നമുക്ക് തീർക്കാൻ പറ്റിയിട്ടുണ്ട്. ടീച്ചർ 1 അവറാണ് ടീച്ചർക്ക് എക്സസ് ആയിട്ട് വരട്ടെ. അത് ആരെങ്കിലും വാങ്ങിക്കും, എന്റേത് ഇല്ല. ഇനി ഞാൻ അടുത്ത ചൊവ്വാഴ്ച എന്റെ അവർ തന്നെ ഞാൻ ഒന്ന് കയറും. എനിക്ക് ആ ഒരു 2 ചാപ്റ്റേഴ്സ് കൂടി കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുണ്ട് അല്ലെ. അപ്പൊ അതൊന്ന് റിവൈസ് ചെയ്യുമ്പോ അത്രയും ആയില്ലേ. അപ്പൊ അത്രയും കുറച്ച് പഠിച്ചാൽ മതി ഒറ്റയ്ക്ക് ഇരുന്ന്. അതാണ് ഈ പറയുന്നത് അല്ലെ. ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കേണ്ടി വരില്ല അധികം. കാരണം ഇപ്പൊ സോൾ ടീച്ചർ ആണെങ്കിലും ടീച്ചറും എടുത്തു കഴിയുമ്പോൾ ടീച്ചറിന്റെയും ഒരു അവർ ചിലപ്പോൾ നിങ്ങൾക്ക് ടീച്ചർ എടുത്ത ഭാഗത്തെ ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ചെയ്യാനുള്ള ഒരു ക്ലാസ് കിട്ടുമായിരിക്കും. അങ്ങനെ ഒരു ക്ലാസ് രമ്യ ടീച്ചർക്ക് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഒരു ക്ലാസ് എക്സ്ട്രാ എടുക്കാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു ദിവസം എടുക്കും. അല്ലെങ്കിൽ മൺഡേ ആയിരിക്കും, അല്ലെങ്കിൽ വെനസ്ഡേ ആയിരിക്കും. അതിൽ വെനസ്ഡേയും തേഴ്സ്ഡേയും കൂടി ടീച്ചർ എടുക്കും, അല്ലെങ്കിൽ മൺഡേയും വെനസ്ഡേയും എടുക്കുന്നത് അവരുടെ സൗകര്യം പോലെ എടുക്കട്ടെ. എന്തായാലും എന്റെ അവറല്ല, ഞാൻ എന്റെ ട്യൂസ്ഡേ വരും കേട്ടോ കയറാനായിട്ട്. ഓക്കെ, പഠിക്കണ്ടോ നിങ്ങൾ? ആകെ 6 മൊഡ്യൂളുള്ളൂ. മൊഡ്യൂൾ കുറവാണെങ്കിലും നിങ്ങൾക്കറിയാം കുറെ ചില ചാപ്റ്റേഴ്സിനകത്തൊക്കെ ഉള്ളിലുള്ള കണ്ടന്റ് വളരെ കൂടുതലാണ്. നമുക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. തന്നിരിക്കുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ഇവിടെ ടീച്ചർ ക്ലാസ്സിൽ തീർന്നു കഴിയുമ്പോൾ അവര് തരുന്ന ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസും പിന്നെ നിങ്ങൾക്ക് മറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്, ഗൈഡ് പോലെയുള്ളതൊക്കെ. അങ്ങനെയുള്ളതൊക്കെ തീർച്ചയായിട്ടും എന്ത് ചെയ്യാ, പഠിക്കുക, പഠിച്ച് തന്നെ എഴുതാം. പിന്നെ ടെക്സ്റ്റ് ബുക്ക് അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കണം നിർബന്ധമുണ്ട്. പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് പ്രകാരം കുട്ടികൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതൊക്കെ വാങ്ങിച്ചില്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക, എക്സാം എഴുതുമ്പോ അല്ലെങ്കിൽ നമ്മളതൊക്കെ ക്ലിയർ ചെയ്യേണ്ടി വരും അല്ലെ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതുങ്ങളോട്? ഇല്ലേ, പറഞ്ഞിട്ടില്ലേ? അത് നമ്മളത് അതൊക്കെ അത് പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് അതോറിറ്റിയിൽ നിന്നും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. എക്സാം ബോർഡിൽ നിന്ന് അറിയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ വെറുതെ കുറെ ഓൺലൈൻ ക്ലാസ്സുകൾ കേട്ടു. ആ ഓൺലൈൻ ക്ലാസ് ഒക്കെ നിങ്ങൾ ഗ്രൂപ്പിൽ അവിടെ കിടക്കണ്ടാവും. പക്ഷെ അതൊക്കെ എപ്പോഴെപ്പോഴും നമുക്ക് എടുത്ത് ഇങ്ങനെ കാണാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ പഠിത്തമൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്കൊന്ന് റെഫർ ചെയ്യാനുണ്ട്. ഇപ്പൊ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കെ അവിടെ ചില കേൾക്കുന്ന ചില ടേംസ് ഇത് എവിടെ നിങ്ങൾക്ക് കേട്ടല്ലോ. എക്സാമിന്റെ കോഴ്സ് പഠിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞതാണോ അത് ഓർത്തെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ആ സമയം നമ്മുടെ കയ്യിൽ ആ മെറ്റീരിയൽസ് സ്റ്റഡി മെറ്റീരിയൽസ് അവിടെ ഉണ്ടെങ്കിൽ, പുസ്തകമോ എന്താണോ അത് അവിടെ ഉണ്ടെങ്കിൽ അതെടുത്തൊന്ന് പഠിച്ചു നോക്കും. കോൺവെക്കേഷൻ ഉണ്ടാവില്ലേ? ഉണ്ട്, അതൊക്കെ ഉണ്ട്. അതിന്റെ സമയത്ത് നടക്കും. കോൺവെക്കേഷൻ ഒക്കെ ഉണ്ട്. ഇപ്പൊ ഈ ഒരു മാസേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആൾട്ടർനേറ്റ് ആഴ്ചകളിൽ കോൺവെക്കേഷൻസ് ഉണ്ട്. ഇപ്പൊ ഈ സാറ്റർഡേ ഉണ്ടായ നെക്സ്റ്റ് ഉണ്ടാവില്ല അടുത്ത സാറ്റർഡേ, ചിലപ്പോഴൊക്കെ 2 സാറ്റർഡേ അടുപ്പിച്ച് വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് ഒരു ഗ്യാപ്പ് ഈ ഒരു മാസം വന്നിട്ടുണ്ട്. കോൺവെക്കേഷൻ ഇച്ചിരി ലാഗ് ചെയ്തേക്കാണ്. കാരണം നമ്മളുടെ മാത്രം ഇതല്ല, ഒരുപാട് പേര് എല്ലാവരും മിക്കവരും പുറത്തുനിന്ന് വരുന്നവരാണല്ലോ. ഈ നോമ്പല്ലേ, നോമ്പ്. അപ്പൊ അവർക്ക് ആ നോമ്പ് പിടിച്ചിട്ട് പിന്നെ ഇവിടേക്ക് എത്താനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇപ്പൊ കുറച്ച് 2-3 ആഴ്ച അവിടെ ഇങ്ങനെ ഇതാക്കി വെച്ചിരിക്കുകയാണ്, സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് കോൺവെക്കേഷൻ. അവിടുത്തെ കുട്ടികളുടെ ആ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ്. അതുകൊണ്ട് അത് എനിക്ക് ബാച്ച് വരെ കഴിഞ്ഞു. പിന്നെ 6, 7 ഒക്കെ ഉള്ളു. എന്തായാലും അടുത്തടുത്ത നോമ്പ് കഴിയുമ്പോൾ പിന്നെ അടുത്തടുത്ത ആഴ്ചകളിലൊക്കെ ഉണ്ട് കോൺവെക്കേഷൻ. അപ്പൊ നിങ്ങളുടെയും അത് എക്സാം ഒക്കെ കഴിയുമ്പോഴേക്കും, എക്സാം ഒന്ന് കഴിഞ്ഞൊന്ന് ആശ്വസിക്കുമ്പോഴേക്കും കോൺവെക്കേഷൻ വന്നു കേട്ടോ. അപ്പൊ കാണണം, കാണാം. അത് ഞാൻ പറയുകയാണ്, ഈ പറയുന്ന എക്സാം എഴുതാൻ വേണ്ടിയിട്ടേ അതിന് ഒരു തടസ്സമായിട്ടൊന്നും നിൽക്കരുത്. നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചതോ അല്ലെങ്കിൽ ഫീസും മറ്റു കാര്യങ്ങളോ അങ്ങനത്തൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാം. അതൊക്കെ നിങ്ങളെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് വെറുതെ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഇനി ടെൻഷൻ ആകാണ്ട് അതൊക്കെ ക്ലിയർ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാൻ നന്നായി പഠിക്കുക. ഓക്കെ,
അപ്പൊ നമുക്കിനി ചൊവ്വാഴ്ച കാണാം. ആൻസർ ഒക്കെ എഴുതി വൃത്തിയായിട്ടിരിക്കുക കേട്ടാ. ഓക്കെ, ബൈ, താങ്ക് യു.